ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മനസ്സ് ഉണർവുള്ളതാണെങ്കിൽ ശരീരവും ഉണർവുള്ളതാകും. മനസ്സ് തളരുകയാണെങ്കിൽ ശരീരവും തളരും. ഇത് എത്രയോ അർത്ഥവത്താണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ അലട്ടുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന ചില ബലഹീനതകൾ, തഴക്കദോഷങ്ങൾ, ഇവ ഹൃദയത്തിൽ പേറി നടന്ന് പലപ്പോഴും തളർവാദം പിടിപെട്ടതുപോലെ നാം ആയിത്തീരാറില്ലേ? കിടക്കയാകുന്ന പാപത്തിൽ നിന്നും എഴുന്നേൽക്കുവാൻ പലവധി ആഗ്രഹിച്ചിട്ടും പരിശ്രമിച്ചിട്ടും അതിന് സാധിക്കാതെ വീണ്ടും തകർന്നു പോകുന്ന, വീണ്ടും രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന നമ്മോട് ഈശോ തിരുവചനത്തിലൂടെ ഇപ്രകാരം പറയുന്നു: മകനെ, മകളെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും തളർത്തുന്ന, മാറ്റാൻ പറ്റാത്ത നമ്മുടെ ജീവിതാവസ്ഥകളൊക്കെ ഇറക്കി വയ്ക്കുവാൻ ക്രൂശിതൻ നിന്നോടും എന്നോടും സൗമ്യമായി ആവശ്യപ്പെടുകയാണ്. നമുക്കും ക്രൂശിതനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാറ്റിനെയും ഹൃദയത്തിൽ നിന്നും ഉപേക്ഷിച്ച് ഹൃദയഭാരങ്ങൾ ക്രൂശിതന്റെ സന്നിധിയിൽ ഇറക്കി വെച്ചുകൊണ്ട് സമാധാനത്തോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടു കൂടെ ഈ ഭൂമിയിൽ ഒരു മാലാഖയെ പോലെ നമുക്കും പാറി നടക്കാം.